കൂട്ടത്തിനെ നിയമസഭയിൽ അയച്ചത് പാലക്കാട് കോൺഗ്രസ്സുകാർ മാത്രമല്ല, അത് എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. കോൺഗ്രസ്സുകാർക്ക് പാലക്കാട്ടും രാഹുലിനെ വേണമെന്നുണ്ടെങ്കിലും പാലക്കാടിലെ സാധാരണ ജനങ്ങൾ രാഹുൽ നിയമസഭയിൽ എത്തിയേ പറ്റൂ. അതിനാണ് അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. രാഹുലിൽ നല്ലൊരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. വി സതീശൻ എന്തോ മുഖ്യമന്ത്രിയുടെ ഡീലിംഗ് ഉണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ടായിരിക്കണം മുഖ്യമന്ത്രിയെക്കാളും മാർക്സിസ്റ്റ് പാർട്ടിയേക്കാളും രാഹുൽ സഭയിൽ എത്താതിരിക്കേണ്ടത് വി സതീശൻ ആവശ്യമായി വന്നത്. കാരണം രാഹുൽ എത്തിയാൽ എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവും പ്രതിഷേധം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വി സതീശൻ ഉൾക്കൊള്ളാവുന്നതിലപ്പുറമായിരിക്കും. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഒരു ഡീൽ നടന്നിട്ടുള്ള സംശയമുണ്ട് ഇക്കാര്യത്തിൽ. എന്തായാലും ഇക്കഴിഞ്ഞ സംഭവ വികാസങ്ങൾ ഓർക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റക്കല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് തെളിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫോൺ നിശ്ചലമായത് ഈ കോളുകൾ കാരണമാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ രാഹുൽ തീർച്ചയായും നിയമസഭയിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കാൻ വിളിച്ചു. രാഹുൽ ഈശ്വർ നമ്പർ കൊടുത്തത് പ്രകാരം ലക്ഷക്കണക്കിന് ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് നിയമസഭയിൽ എത്താൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. ഇതിൽ വി സതീശൻ ഒറ്റപ്പെടുമോ, രാഹുലിൻ്റെ ഒപ്പമാണോ ജനങ്ങൾ എന്നുള്ളത് തിങ്കളാഴ്ച തന്നെ നമുക്ക് അറിയാൻ പറ്റും.